അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടത്. സാധാരണഗതിയിൽ അദ്ദേഹം പൊതുവിൽ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനായി നിലകൊള്ളുന്ന രൂപത്തിലാണ് അവസാനം ഇന്നലെ സംസാരിച്ചവരോടൊക്കെ പറഞ്ഞത്. ഒരിക്കലും UDF പിന്തുണ നേടാൻ പോവില്ല. അദ്ദേഹത്തെ പറ്റി അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും ധരിക്കുന്നുമില്ല. യെസ്, അപ്പോൾ അത് വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇല്ല, അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ പാർട്ടി സെൻറ്ററുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടത്. ഞാൻ മറ്റേതെങ്കിലും മുന്നണി പോവുകയോ മറ്റൊരു പാർട്ടി പോവുകയോ ഒന്നുമില്ല. ഈ രംഗത്ത് മറ്റൊരു രാഷ്ട്രീയവുമായി എനിക്ക് ബന്ധപ്പെടാനും കഴിയില്ല. ഈ നിലയിൽ തുടരുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടത്. അല്ല, അത് സംബന്ധിച്ച് അവർ പോയി നേരിട്ട് ഇന്നലെ സംസാരിച്ചല്ലോ എല്ലാ നേതൃത്വവും. അതെ, അതൊക്കെ വെറുതെ പാർട്ടി നേരിട്ട് പോയി സംസാരിച്ച വിഷയങ്ങളല്ലേ. അല്ല, എന്താ നോക്കട്ടെ, വരട്ടെ. നമുക്ക് ഞാനിത് കാണാത്തൊരു കാര്യം ഞാനിപ്പോൾ കയറി പ്രതികരണം നടന്നത് ശരിയാണ്. അത്തരത്തിലുള്ള ഭാഷയൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടോ നയമോ അല്ല. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും അങ്ങനെയുള്ള ഭാഷ ഞങ്ങൾ പ്രയോഗിക്കാറില്ല, ഒരു ഘട്ടത്തിൽ പോലും. അതിപ്പോൾ ആലപ്പുഴയിലെ പാർട്ടി പരിശോധിക്കട്ടെ, അവർ പോയി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കയറി ഇപ്പം എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയല്ല. അല്ല, അദ്ദേഹം ഒരു തെറ്റായ നിലപാടിൽ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അങ്ങനെ ധാരണയും ഭാവനയൊക്കെ ഉള്ളൊരു, അതെ, മുതിർന്ന ഒരിക്കലും തെറ്റായ ഒരു ശൈലി സ്വീകരിക്കുമെന്ന്, അതെ അതെ അറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഒരു തെറ്റായ ശൈലി സ്വീകരിക്കുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. അല്ല, പറഞ്ഞതല്ലേ ഉള്ളൂ. എന്നാലും അതുപോലെ പറഞ്ഞതിൽ ചിലപ്പോൾ പുള്ളി വീണ്ടും വ്യാരത്തോടു കൂടി മാറ്റിയിട്ടുണ്ടല്ലോ. അതെ, വരുന്നതല്ലേ ഉള്ളൂ. ഇതുവരെ ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല. ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഇതൊന്നുമല്ല, അത് നിങ്ങൾ പറയുന്നില്ല. ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ്റിനെ, ഈ നാടിനെ അപമാനിച്ചൊരു സംഭവമുണ്ട്. അതല്ലേ യഥാർത്ഥത്തിൽ ഇന്നത്തെ വാർത്തയായിട്ട് വരേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ചെയ്യാവുന്നതാണോ ഇന്നലെ യഥാർത്ഥത്തിൽ കേന്ദ്രം? ഇപ്പോൾ അവർ തയ്യാറാക്കി വെച്ച കല്ലിൽ താഴെ കൃത്യമായി മുഹമ്മദ് റിയാസിൻ്റെ പേരുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. യഥാർത്ഥത്തിൽ ആ പേര് നിലനിൽക്കുമ്പോൾ അത് വെട്ടിയിട്ട് ചടങ്ങ് വരുമ്പോഴേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാതെ മാറ്റി നിർത്തുന്നിട്ട് പാർട്ടി പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ മുൻ കേന്ദ്രമന്ത്രി എന്ന രൂപത്തിൽ ക്ഷണിക്കുന്നു. എന്തൊരു മര്യാദകേടും ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കലല്ലേ, ഭരണഘടനയെ വെല്ലുവിളിക്കലല്ലേ. എത്ര ഒരു അവഗണനയാണ്. 5600 കോടി രൂപ, 650 കോടി രൂപ കൊടുത്താണ് ഭൂമി ഏറ്റെടുത്ത് ഹൈവേക്ക് കേരളം കൊടുത്തത്. ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റും നാഷണൽ ഹൈവേക്കും സ്റ്റേറ്റുകൾ ഭൂമിയുടെ പൈസ കൊടുക്കാറില്ല. ഇവിടുന്ന് മടക്കി കെട്ടിപ്പോയതാണ് UDF ഭരണകാലത്ത്. ഇനി ഇങ്ങോട്ട് ഇതിനില്ല എന്ന് പറഞ്ഞു. 2016 ഗവൺമെൻറ് വന്നതിന് ശേഷം മുൻകൈ എടുത്ത് ഫയലിൽ റീഓപ്പൺ ചെയ്യിച്ച് ഇത്രയേറെ കോടി രൂപ കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തു പൊതുമരാമത്ത് വകുപ്പ്. ന്യായമായിട്ടും പൊതുമരാമത്ത് മന്ത്രി എന്തിനാണ് ഉപേക്ഷിക്കുന്നുള്ള കാര്യം പറയണ്ടേ പാർട്ടി പ്രസിഡന്റിനും. ഞങ്ങളിപ്പോൾ വേറൊരു കാര്യം പറയാം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പണം മുഴുവൻ, പക്ഷെ പ്രധാനമന്ത്രി കൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ചത്. പ്രധാനമന്ത്രിയും കേരള കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും വിളിച്ചല്ലോ. ഇപ്പം പണിതിട്ട് ഒരു സിംഗിൾ പൈസ കേന്ദ്രം തന്നിരുന്നില്ല. നമ്മുടെ BGF പോലും തന്നിരുന്നില്ല. 817 പോയിന്റ് സമിതി. അതേസമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത്. കേന്ദ്രമന്ത്രിമാരെല്ലാം നമ്മൾ ക്ഷണിച്ചിരുന്നു. ആ ഒരു മര്യാദയും സംസ്കാരവും ഈ കാര്യത്തിൽ കാണിക്കണം. ജനാധിപത്യപരമാണ്. അല്ലാതെ നമ്മളൊരു
ഇതിനകത്ത് ഔദാര്യത്തിൻ്റെ പ്രശ്നമല്ല, അവകാശമാണ്, ഭരണഘടനാ പ്രശ്നമാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധവും ഒപ്പം ഇവിടെ ഈ കാര്യത്തെ സംബന്ധിച്ചോളം പൊതുമരാമത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത സ്ഥിതിയിൽ ആ പൊതുമരാമത്തിനോട് ആലോചിച്ചും അറിയിച്ചും അവരെ കൂടി പങ്കെടുപ്പിച്ചും വേണ്ടത് ചെയ്യാൻ. അത് ചെയ്തില്ല. നിശ്ചയമായും അതിനകത്ത് വലിയ രൂപത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പേര് എഴുതി വെച്ചതിന് ശേഷം പിന്നെ ക്ഷണിക്കാതിരിക്കുമോ, വെട്ടുമോ? സാധാരണഗതി നമ്മൾ അറിയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ 7 പേര് കൂടുതൽ അനുവദിക്കില്ല. മറ്റുള്ളവർ വന്നാൽ പിന്നെ സ്റ്റേജിൽ സാന്നിധ്യം. ഇപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്ത് ക്ഷണിച്ചപ്പോൾ ഇവിടുന്ന് ഞാൻ എഴുതി അയച്ചിരുന്നത് ആരൊക്കെ പങ്കെടുന്നു, CM പറഞ്ഞതനുസരിച്ച് 18 പേരെ സ്റ്റേജിലിരിക്കാൻ അനുവദിച്ചു. അത് പ്രസംഗത്തിന് ഞങ്ങൾ 3 പേരോ, മുഖ്യമന്ത്രി, ഞാൻ സ്വാഗതവും അദ്ദേഹം പ്രധാനപ്പെട്ട ഉദ്ഘാടന പ്രസംഗവും. സ്റ്റേജിലെങ്കിലും ക്ഷണിക്കാമല്ലോ. അദ്ദേഹമല്ലേ ഈ കാര്യം പുറകെ നടന്ന്, റിയാസല്ലേ ഇതിൻ്റെ പുറകെ നടന്ന് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് കാര്യങ്ങളെല്ലാം ഇടപെട്ടാണ്. അത് ഒരു വലിയ നിഷേധമല്ലേ? സംസ്ഥാനത്തോടുള്ളൊരു അവഗണന കേരളീയരെ യഥാർത്ഥത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. യെസ്. ഓ ആ, ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് എന്നാണ് വരുന്നതെന്നോ എന്താണെന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു. ഞാൻ രാവിലെ തൊട്ട് മീറ്റിങ്ങാണ്, അവിടെ നിന്ന് ഓടി വരിക. എന്താണ് അത് പാർട്ടി സെക്രട്ടറി പറയും, ഞാൻ പറയണ്ട.